എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരങ്ങനെ ഹാപ്പി ആയിട്ട് അവരുടെ ഹൈഡ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഭയങ്കര കാറ്റ്. അവരാദ്യമൊക്കെ ആ കാറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യും. പക്ഷേ സമയം പോകുന്തോറും അതിന്റെ സ്ട്രെങ്ത് അങ്ങനെ കൂടി വന്ന് അവരുടെ ഹൈഡ് ഔട്ട് അതൊരു ഭാഗത്ത് നിന്ന് തകരാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ കാറ്റടിച്ച് ദൂരേക്ക് പറന്നു പോകും. നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഹൈഡ് ഔട്ട് അത് പൂർണ്ണമായിട്ടും തകർന്നടിയാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അതിൽ വലിയ വിഷമമൊന്നുമില്ല. കുഴപ്പമില്ല, നമുക്ക് വീണ്ടും നല്ലൊരു ഹൈഡ് ഔട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അവർ ആ സ്ക്രാപ്പ് ഒക്കെയുള്ള സിറ്റിയിലേക്ക് വരും. എന്നിട്ട് ആവശ്യാനുസരണം സ്ക്രാപ്പ് ഒക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ കൂജ പൈററ്റ്സിന്റെ ശിങ്കടികള് അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. അവർക്കിപ്പോ ആവശ്യം ആ ഫ്രണ്ടിനെയാണ്. ലൂഫിക്കാണെങ്കിൽ ഒരു ബൈനോക്കുലർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഒരു കാര്യമായിട്ട് അവിടുന്ന് ഓരോന്ന് തപ്പി പെറുക്കി എടുക്കുമ്പോഴായിരിക്കും ഫ്രണ്ടിന് വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്ത ഒരു ബൈനോക്കുലർ കിട്ടുക. അവൻ ഹാപ്പി ആയിട്ട് അത് കയ്യിലെടുക്കുമ്പോഴായിരിക്കും അവന് ചുറ്റും ആ കൂജ പൈററ്റ്സ് അവരോടി വന്ന് ഇപ്പൊ അവനെ റൗണ്ട് ചെയ്യുക. അവൻ പേടിച്ചു നിൽക്കും. ആ മെയിൻ ക്യാപ്റ്റൻ പറയും അവന്റെ ബോഡിയിൽ ഒരു പോറൽ പോലും പറ്റാൻ പാടില്ല, അവന് സേഫ് ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം. അടുത്ത നിമിഷം നമ്മുടെ ചെക്കന്മാര് എയ്സും ലൂഫിയും അവര് ചാടി വീണ് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കും. ഇസ് പറയും ആദ്യം നമുക്ക് ഈ ക്യാപ്റ്റൻ ഇവന്റെ കഥ കഴിക്കാം, അതിനുശേഷം ബാക്കിയുള്ളവരെ എളുപ്പത്തിൽ തോൽപ്പിക്കാം. ക്യാപ്റ്റൻ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു കണ്ണ് പുറത്തെടുക്കും. എന്നിട്ട് മുകളിലേക്ക് അച്ചരം പൊച്ചരം വെടിവെക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് പേടിച്ച് ഒരു മൂലയ്ക്ക് പോയി ഒളിച്ചു നിൽക്കും. അടുത്ത സെക്കൻഡ് ആ പൈററ്റ്സ് അവര് നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് കൈ പിടിച്ച് മടക്കി അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. ഉടനെ ഫ്രണ്ടിന്റെ പപ്പ ആളങ്ങനെ നടന്നു വരും. ക്യാപ്റ്റൻ പറയും നിങ്ങളുടെ കുട്ടി അവൻ സേഫ് ആണ്, നിങ്ങൾ പറഞ്ഞതുപോലെ അവനൊരു പോറൽ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ പപ്പയ്ക്ക് ഇപ്പൊ അവനെ കാണിച്ചു കൊടുക്കും. അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. അവന്റെ പപ്പ ആൾ ഇത്രയും ക്രൂവലാണല്ലോ എന്ന് ഓർക്കുമ്പോ അവന് പപ്പയോടുള്ള വെറുപ്പ് അതിപ്പോ 10 മടങ്ങാവും. ലൂഫി ഐസു ആണെങ്കിൽ ഞങ്ങൾ വിട്, ഞങ്ങൾ അയച്ചുവിട് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അത് കേട്ട് ഫ്രണ്ടിന്റെ പപ്പ ആള് പറയും ഇവൻ എന്റെ മകനാണ്, ഇവൻ ആരോടൊപ്പം ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, നിങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. നിങ്ങളാണോ എന്റെ മകനെ തട്ടിക്കൊണ്ടു വന്നത്? നിങ്ങൾക്ക് ആവശ്യം പണമാണോ? അത് കേട്ട് എയ്സ് അവനങ്ങനെ എടുത്തു ചാടി ആളെ അടിക്കാനായിട്ട് വരും. അത് കണ്ട പൈറട്ടാണെങ്കിൽ എയ്സിനെ തൂക്കിയെടുത്ത് തറയിൽ ആഞ്ഞടിക്കും. ചോര തുളുമ്പി എയ്സ് തറയിൽ വീണ് കിടക്കുകയാണ്. ഫ്രണ്ട് ആണെങ്കിൽ നിലവിളിച്ചു പറയും അയ്യോ ഇല്ല, അവരാരും എന്നെ തട്ടിക്കൊണ്ടു വന്നൊന്നും അല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഇവിടേക്ക് വന്നത്, ദയവ് ചെയ്ത് അവരെ വെറുതെ വിട്. അതിനവന്റെ പപ്പ അവനെ പിടിച്ചു വലിച്ച് പൈററ്റ്സിനോട് പറയും എനിക്ക് ആവശ്യം എന്റെ മകനാണ്, ഇവരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവും. ആ ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ രണ്ടുപേരെയും അവരുടെ ഹൈഡ് ഔട്ടിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. ലൂഫി ദേഷ്യപ്പെട്ട് പറയും ഞങ്ങൾ ASL പൈററ്റ് ടീമാണ്, മര്യാദയ്ക്ക് ഞങ്ങൾ അയച്ചുവിട്. ഞങ്ങളുടെ ബ്രദറിനെ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചാലും ഉറപ്പായാലും അവനെ ഞങ്ങൾ കണ്ടെത്തും. നമ്മുടെ ആൾക്കാരുടെ സംസാരവും ഡയലോഗും ഒക്കെ കേട്ട് ഇപ്പൊ പൈററ്റ് ക്യാപ്റ്റൻ ആള് ചിരിക്കും. ഉടനെ അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ അവരുടെ ബോഡിയിൽ കെട്ടിവെച്ച കയറ് അത് അഴിച്ചുവിടുകയാണ്. ക്യാപ്റ്റൻ ചോദിക്കും എന്തുകൊണ്ടാണ് നോബിൾ ഫാമിലിയിൽ ജനിച്ച ഒരുത്തൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പൈററ്റ് ആവണമെന്ന് ആഗ്രഹിച്ചത്? നിങ്ങൾക്ക് ആക്ച്വലി ഒരു കാര്യം അറിയോ, അവൻ വലിയൊരു റിച്ച് ആയിട്ടുള്ള കുട്ടിയാണ്, അവനെ ഇനി നിങ്ങൾ ശല്യം ചെയ്യരുത്. അവൻ ചെറിയ പയ്യനല്ലേ, ചെറിയ പ്രായത്തിൽ പല തെറ്റുകളും സംഭവിക്കും. നിങ്ങൾക്ക് അവൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെ ഇനി ഫോളോ ചെയ്ത് അവനെ ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങൾ അവന്റെ നല്ല ഫ്രണ്ട്സും ബ്രദേഴ്സും ഒക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ആ പൈററ്റ് ക്യാപ്റ്റൻ ആണെങ്കിൽ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ടീമിൽ ചേരാം, എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് കുറച്ചുപേരുടെ സഹായം ആവശ്യമാണ്, എന്റെ കയ്യിൽ അല്പം കമ്മോഡിറ്റീസ് ഉണ്ട്, അത് ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എയ്സ് ആണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ പറയും ഞങ്ങൾ അതിന് തയ്യാറാണ്, പക്ഷേ ഞങ്ങൾക്ക് എത്ര ക്യാഷ് കിട്ടും? എയ്സ് ലൂഫിയോട് പറയും അവൻ ഉറപ്പായാലും നമ്മുടെ അടുത്തേക്ക് തിരികെ വരും, നമുക്ക് തൽക്കാലം അവൻ വരുന്നത് വരെ ഇവരുടെ കൂടെ കൂടി പറ്റാവുന്ന അത്രയും പണം അതുണ്ടാക്കാന്ന് പറഞ്ഞ് അവരിപ്പോ അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യാൻ തുടങ്ങും. അതേസമയം ഇവിടെ നമ്മുടെ ഫ്രണ്ട് അവനോടാണെങ്കിൽ അവന്റെ പപ്പ നീ ഇതെല്ലാം ചെയ്തത് നിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സ് കാരണമാണ്, അവരാണ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി മാറ്റിയത്. അതിനവൻ പറയും ഒരിക്കലും അല്ല, അവരെന്റെ തിക് ഫ്രണ്ട്സ് ആണ്. ഉടനെ അവന്റെ പപ്പ പറയും നീ ആയിട്ടാണ് ഇത് മുഴുവൻ ചെയ്തതെങ്കിൽ നമുക്കിനി ഈ സിറ്റിയിൽ ഇരിക്കാൻ കഴിയില്ല, പോലീസ് നമുക്കെതിരെ കേസെടുത്ത് നമ്മളെ ഈ സിറ്റിയിൽ നിന്ന് പുറത്താക്കും, അതല്ല നീ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താ പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്ക് പിന്നീട് ഈ സിറ്റിയിലേക്ക് വരാൻ കഴിയില്ല, വേറൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവനെ ഇപ്പോ അവന്റെ പപ്പ പ്രഷർ ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ പോലീസ് ഓഫീസറിനോട് പറയും അവര് നിരപരാധികളാണ്, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഇവിടെ നിന്ന് പോയത്. അത് കേട്ട അവന്റെ പപ്പ ആ ചെയറിൽ ആഞ്ഞു ചവിട്ടും. അതിനുശേഷം ആ
പോലീസുകാരന് പൈസ കൊടുത്ത് ആൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആൾക്കാരെ കുറ്റം വെച്ചുകൊണ്ട് കേസ് ചാർജ് ചെയ്യും. നമ്മുടെ ഫ്രണ്ടിനെ അവന്റെ പപ്പ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. ഉടനെ അവന്റെ പപ്പ പറയും, നീ ഇത്രയും കാലവും ആ തെണ്ടി ചെക്കന്മാരുടെ കൂടെ അലഞ്ഞു നടക്കുകയല്ലായിരുന്നോ, ഇനിയെങ്കിലും പോയി അടിച്ചു നനച്ച് കുളിച്ച് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാൻ നോക്കുന്നു പറഞ്ഞ് അവന് പറഞ്ഞയക്കും. അവനാണെങ്കിൽ ഫ്രഷ് ആയിട്ട് വീട്ടിലേക്ക് കയറി വരും. അമ്മയ്ക്കാണെങ്കിൽ അവനെ കണ്ട് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. ഹായ്, നീ വന്നോ, നിന്നെ വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സിമ്പിളായിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ അവരുടെ കൂടെ മറ്റൊരു ചിന്ന പയ്യനെ കാണും. അവനിവൻ ആരാണ്, ഇവൻ എവിടുന്ന് വന്നു എന്നൊക്കെ ചോദിക്കും. അതിനമ്മ പറയും, ഇതാണ് നിന്റെ ബ്രദർ. ആക്ച്വലി നീ പോയതിനു ശേഷം മറ്റൊരു റോയൽ ഫാമിലിയിൽ നിന്ന് ഇവനെ ദത്തെടുത്താണെന്ന് പറയും. അത് കേട്ട് അവൻ ഷോക്കാവും. അവൻ ഓടിപ്പോയി ആ കാര്യം പപ്പയോട് ചോദിക്കും. പപ്പയാണെങ്കിൽ ടെൻഷനില് എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അവനെ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പറഞ്ഞയക്കും. അവനാണെങ്കിൽ കാര്യമൊന്നും പിടികിട്ടാതെ റൂമിൽ വന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കും. അപ്പൊ ആ ഒരു ചിന്ന പയ്യൻ അവൻ റൂമിലേക്ക് കടന്നു വന്ന് നമ്മുടെ ചെക്കനെ കളിയാക്കാനായിട്ട് തുടങ്ങും. എന്തോ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോവാണെന്ന് നമ്മുടെ പയ്യന് നന്നായിട്ട് അറിയാം. അവനിപ്പോ ആ ചിന്ന പയ്യനെ പിടിച്ചു വലിച്ചിട്ട് അവനോട് സത്യത്തിൽ എന്താ നടക്കാൻ പോണേ, എന്തിനാണ് അവനെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നത്, പപ്പയുടെ അമ്മയുടെ പ്ലാൻ അതെന്താണെന്നൊക്കെ ചോദിക്കും. അവനാണെങ്കിൽ പേടിച്ച് ഉള്ള സത്യമെല്ലാം അവനോട് പറയാണ്. ആക്ച്വലി ആ ഗ്രേറ്റ് ടെർമിനൽ, അതായത് വേസ്റ്റ് ഒക്കെ കൂട്ടിയിടുന്ന ആ ഒരു വലിയ ചേരി പ്രദേശവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും നാളെ ചുട്ടരിക്കാൻ പോവാണ്. അതിൽ നിന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് പപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നെ ഇവിടേക്ക് തിരികെ കൊണ്ടുവന്നത്. നിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് കിട്ടേണ്ട സൗഭാഗ്യം കൂടെ എനിക്ക് കിട്ടിയനെന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഒരു ചിന്ന പയ്യൻ അവൻ ഭയങ്കര ഗൗരവത്തില് അങ്ങനെ മുഖം തിരിച്ചിരിക്കും. നമ്മുടെ ഹെഡ് ഐലാൻഡ് ആയിട്ടുള്ള ഗോവ ഐലാൻഡിലേക്ക് സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവർ വരികയാണ്. അവര് ഭയങ്കര കർക്കശക്കാരാണെന്നാണ് പപ്പ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത്. സോ അവരുടെ മുൻപില് ഇത്തരത്തിലൊരു വൃത്തികെട്ട ചേരി അവര് കാണാനിടയായാൽ അത് നമുക്ക് വലിയ അപമാനമാണ്. മാത്രമല്ല അവരെങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ചീഫ് ഒഫീഷ്യൽസ് അവരെല്ലാവരും ചേർന്ന് ആ ഒരു ചേരി പ്രദേശം മുഴുവനായിട്ട് നശിപ്പിക്കാം എന്ന് തീരുമാനമെടുത്തത്. അങ്ങനെ ചെയ്താൽ പിന്നീട് നമ്മുടെ സിറ്റി ക്ലീൻ ആയിരിക്കും. വേസ്റ്റ് ആയ മനുഷ്യന്മാരും സാധനങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. നമ്മുടെ ചെക്കനാണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. അവിടെ ഒരുപാട് ജനങ്ങളുണ്ട്, അവർക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെടില്ലെന്നൊക്കെ ചിന്തിച്ച് അവൻ പേടിച്ചു നിൽക്കും. ഉടനെ ചിന്ന പയ്യനാണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റും. ഭൂമിക്ക് ഭാരമായിട്ട് ആരും ജീവിച്ചിരിക്കാൻ പാടില്ല. വേസ്റ്റ് ആയിട്ടുള്ള ജനങ്ങളും കമ്മോഡിറ്റിയും എല്ലാം തന്നെ കത്തി എരിയണം. നീയും ഒരു വേസ്റ്റ് ആണ്, സത്യം പറഞ്ഞ നീയും അവരുടെ കൂടെ കത്തി എരിയേണ്ടവനാണെന്ന് പറഞ്ഞ് അവൻ ടെററായിട്ട് നമ്മുടെ ചെക്കനെ നോക്കി അങ്ങനെ പുറത്തേക്ക് പോവും. അടുത്ത നിമിഷം നമ്മുടെ ചെക്കൻ ഗെറ്റപ്പൊക്കെ മാറി ഇപ്പൊ ജനലിലൂടെ പുറത്തേക്ക് ചാടി ഓടുകയാണ്. അവൻ ഓടി ഓടി അവിടെയുള്ള സെക്യൂരിറ്റീസിന്റെ അടുത്തേക്ക് വരും. അവരാണെങ്കിൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. നാളത്തെ നമ്മുടെ പദ്ധതിയിൽ യാതൊരു മാറ്റങ്ങളും ഉണ്ടാവാൻ പാടില്ല. അക്കൂജ പൈററ്റ്സ് അവരാണ് നമുക്ക് അവിടെ കത്തിയിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെക്കന്മാര് അവർ രണ്ടുപേരും കിടന്നുറങ്ങാണ്. ലൂഫിയുടെ ഉള്ളില് ഇപ്പോഴും ഫ്രണ്ട് പയ്യനെ കുറിച്ചുള്ള ചിന്തയാണ്. അവൻ ഉറക്കത്തില് അവന്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ഫ്രണ്ട് അവൻ ആ സിറ്റിയുടെ ഓരോരുത്തിരുന്ന് നേരം വെളുപ്പിക്കും. ആൾക്കാരുടെ പെരുമാറ്റവും ബിഹേവിയറൊക്കെ കണ്ട് അവരാ സിറ്റി കത്തിക്കാൻ പോവാണോ എന്ന് അവനിപ്പോ കൺഫേം ചെയ്യാൻ പോവാണ്. അവനാണെങ്കിൽ സിറ്റിയിലുള്ള ആൾക്കാരോടെല്ലാം ഇതിനെപ്പറ്റി ചോദിക്കും. പക്ഷെ അവർക്കാണെങ്കിൽ ആർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഹാവു പേടിച്ച പോലെ ഒന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ആശ്വസിച്ച് അങ്ങനെ നടക്കുകയാണ്. അതേസമയം ഇവിടെ അവന്റെ പപ്പയാണെങ്കിൽ അവനെ കാണാത്തതില് ഇപ്പൊ ഫുൾ കലിപ്പില് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അവൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവൻ അറിഞ്ഞ പുറഞ്ഞ് തല്ലി ഒരു റൂമില് ഞാൻ ലോക്ക് ചെയ്യുന്നു പറഞ്ഞ് പുറത്തേക്ക് പോവും. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ ആ ഗ്രാമത്തിൽ തന്നെ ചീഫ് ആയിട്ടുള്ള ഒരാളെ കാണും. ആളോട് വെറുതെ ആ കാര്യം ഒന്നുകൂടെ ചോദിക്കും. അപ്പൊ ആള് പറയും, അതെ നീ കേട്ടത് സത്യമാണ്, ഗ്രേറ്റ് ടെർമിനൽ അത് നശിപ്പിക്കാൻ പോവാണ്. അത് കേട്ട് അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. അപ്പോ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലേ. അവന് പിടികിട്ടും ആ ഒരു ഗ്രേറ്റ് ടെർമിനൽ അത് നശിപ്പിക്കാൻ പോകുന്നതുകൊണ്ടാണ് അവനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തിരികെ കൊണ്ടുവന്നത്. അതേസമയം ഇവിടെ കൂജ പൈററ്റ്സ് ആണെങ്കിൽ നമ്മുടെ രണ്ട് ചെക്കന്മാർക്കും ഓരോ ജോലികൾ കൊടുത്തോണ്ടേയിരിക്കുകയാണ്. ആ ക്യാപ്റ്റൻ പറയും, ഇന്ന് രാത്രി നിങ്ങൾക്കൊരു സ്പെഷ്യൽ ജോലിയുണ്ട്, അത് അല്പസമയം കഴിഞ്ഞ് ഞാൻ പറയാം. കട്ട് ചെയ്ത നമ്മുടെ ഫ്രണ്ട് പയ്യൻ അവൻ ഉഷാറായിട്ട് ഏസിനെ ലൂഫിയെ ലക്ഷ്യമാക്കി ആ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഗ്രേറ്റ് ടെർമിനൽ ലക്ഷ്യമാക്കി ഓടുകയാണ്. എത്രയും പെട്ടെന്ന് അവിടെയുള്ളവരെ ഈ കാര്യം അറിയിക്കണം. അപ്പോഴാണെങ്കിൽ പോലീസ് അവൻ പുറത്തേക്ക് പോകുന്നത് കണ്ട് അവനെ പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.
എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.